ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് ഓരോരുത്തരും. അതിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ, നല്ലതിനു വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ പറ്റിയും കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റിയും ഓർക്കാതെ വരാൻ പോകുന്ന ശുഭ പ്രതീക്ഷകളോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും പരാതികളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സമാധാനക്കുറവുകളും അങ്ങനെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം തന്നെയാണ് മനുഷ്യ ജീവിതം എന്നു പറയാം. അതും സാധാരണക്കാരുടെ ഇടയിൽ അതൊരു ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. സാധാരണക്കാരാണ് ശരിക്കും ജീവിതം നയിക്കുന്നത് എന്ന് പറയാം. ഏറെ താഴെയുള്ള ഒരു മട്ടിലുള്ള ആളുകളും ഹൈ പൊസിഷനിലുള്ള ആളുകളും ജീവിതം എന്താണ് എന്നുള്ളത് അറിയുന്നില്ല. ശരിക്കും അറിയുന്നത് സാധാരണ മീഡിയം ക്ലാസ് എന്ന് വെച്ച് പറഞ്ഞാൽ ദിവസേന ഉള്ള വരുമാനം, അല്ലെങ്കിൽ മാസ വരുമാനം, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും കിട്ടുന്ന വരുമാനം, ഈ വരുമാനത്തെ ചുറ്റിപ്പറ്റിയും അതിൽ മിച്ചം പിടിച്ച് ഓരോരോ പദ്ധതികൾ ഉണ്ടാക്കി വയ്ക്കുന്നതിലും ഒരു ഭവനം, നല്ലൊരു വാഹനം എന്നീ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്നവരാണ് സാധാരണക്കാർ. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാഗ്രഹം വരുന്നത് ഒരു ഭവനം വെക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ഭവനം വേണം. ഭവനം വെച്ച് ഏകദേശം കഴിയുമ്പോൾ നമുക്കൊരു വാഹനം വാങ്ങിക്കൂടെ. വാഹനം വെച്ചാൽ ടൂ വീലറല്ല, ടൂ വീലർ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് എന്നുള്ളത് അറിയാലോ. ഫോർ വീലർ, അതായത് 4 ചക്രമുള്ള വാഹനങ്ങൾ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹക്കാരും ഇവരാണ് ഇടത്തരം ആളുകൾ എന്ന് പറയുന്നത്. അത് സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ടുകളും ചെലവുകളും കാര്യങ്ങളും നടത്തുപോയിക്കൊണ്ടിരിക്കുകയും സന്താനങ്ങളുടെ വിവാഹം മറ്റുള്ള കാര്യങ്ങളെല്ലാം അടുക്കുകയും ധനത്തിന് മറ്റുള്ള കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വരുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓരോരോ ഗ്രഹാചാരങ്ങൾ അല്ലെങ്കിൽ ഗ്രഹദോഷങ്ങൾ മൂലം സംഭവിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ പകച്ചു നിൽക്കുന്നത്. ആ പകച്ചു നിൽക്കുന്ന സമയത്ത്, അത് കുറച്ച് നീണ്ടുപോകുന്ന സമയത്ത് നമ്മൾക്ക് ഗത്യന്തരമില്ലാതെയാവും. ചിലപ്പോൾ കടം ബാധ്യത കേടി വരാം, തൊഴിലിൽ നഷ്ടം വരാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 12ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടക കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. അതായത് പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാവവും പൂയവും ആയില്യം കൂടി ചേരുന്ന കർക്കിടക കൂറുകാർക്ക്, പുണർതം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് 12ലുള്ള വ്യാഴം ഒരുപാട് ധനത്തെ ചെലവാക്കുന്നുണ്ട് എന്നറിയാം. ഒരുപാട് പാഴ് ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. തൊഴിലിൽ നഷ്ടങ്ങൾ സംഭവിക്കാം, തൊഴിലിൽ വൻതോതിൽ ബുദ്ധിമുട്ടുകൾ വരാം, ഭാഗ്യക്കുറവുകൾ ഉണ്ടാവാം, ഭാഗ്യനഷ്ടങ്ങൾ ഉണ്ടാവാം, വരുമാനം കൂടുതൽ ഉള്ളത് കുറവായി വരിക, അതായത് കിട്ടുന്ന പണം തികയാതെ വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളോട് കടന്നു പോകുന്ന ഓരോരോ ദിവസങ്ങളും തള്ളി നീക്കുമ്പോൾ ഓരോരോ ദിവസങ്ങളെയും പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, നാളത്തെ ദിവസം നല്ലതായിരിക്കും എന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ജൂലൈ മാസം ഏകദേശം ഇങ്ങനെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുണർതം പോയ ആയില്യം എന്ന നക്ഷത്രക്കാർക്ക് 19, 20, 21, 22 എന്നീ ജൂലൈ മാസത്തെ തീയതികൾ ഗുണം തരുന്ന ദിവസങ്ങളായിട്ടാണ് കണക്കാക്കി വച്ചിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം തന്നെ ഇവരുടെ കർക്കിടക കൂറും അതുപോലെ നക്ഷത്രത്തിൻ്റെ പാദങ്ങൾ കണക്കാക്കിയും തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളാണ് 19, 20, 21, 22. സമയം അത്രയ്ക്ക് അനുകൂലമല്ല. എന്നിരുന്നാലും ചിലപ്പോൾ ജാതകത്തിൽ അനുകൂല ഫലമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപഹാരം നല്ലതായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 19, 20, 21, 22 എന്നീ ദിവസങ്ങൾ നല്ല ഗുണങ്ങൾ കിട്ടുന്ന ദിവസമായിരിക്കും. അതേ സമയത്ത് ജാതകത്തിൽ വളരെ ദോഷകരമായിട്ടാണ് കുറേ കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപഹാരങ്ങളും ദോഷമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസം വരുന്ന ദിവസങ്ങളാണ് 19, 20, 21, 22 എന്ന തീയതികൾ. ഈ തീയതികൾ നിങ്ങൾക്ക് ശുഭവാർത്ത കേൾക്കുവാനുള്ള ഇടങ്ങളുണ്ടാവും. നല്ല വാർത്തകൾ കിട്ടുവാനുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു വരുവാനുള്ള ദിവസങ്ങളാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും കിട്ടുവാനുള്ള ദിവസങ്ങളാണ്. ആഗ്രഹ സാഫല്യം നേടുവാനുള്ള ദിവസങ്ങളാണ്.
സന്താനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രതീക്ഷിച്ച് അർപ്പിച്ചു വച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനം വാങ്ങിക്കുവാനോ കിട്ടുവാനോ ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങൾ, എണ്ണി നീക്കൊണ്ടിരിക്കുന്ന, അതായത് അടുത്ത മാസമായി അങ്ങനെയുള്ളതല്ല, ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞു നീക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് കിട്ടുന്ന ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ആനുകൂല്യം കിട്ടുവാനുള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൂവണിയുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ പലവിധ സംഭവങ്ങൾ വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ആഭരണം, സ്വർണ്ണം തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമയം അനുകൂലപരമായി. ഈ സമയത്തെല്ലാം വാങ്ങിക്കുന്ന ഒരു മുഹൂർത്ത സമയം കൂടിയാണ്. നക്ഷത്രങ്ങൾ ഇവർക്ക് പറ്റിയ ദിവസങ്ങളുടെ നക്ഷത്രങ്ങൾ കണക്കാക്കിയാണ് പറയുന്നത്. അതായത് ഏറ്റവും സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു ദിവസം 2.25 നക്ഷത്രത്തിലാണ് കടന്നു പോകുന്നത്. ആ നക്ഷത്രത്തെ അടിസ്ഥാനപരമാക്കി തിരഞ്ഞുപിടിച്ച ദിവസങ്ങളാണ് ഈ ജൂലൈ മാസത്തിലത്തെ 19, 20, 21, 22 എന്ന 4 ദിവസം. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ചിലപ്പോൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദിവസ വരുമാനം ഉള്ളവർക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം വരുമാനം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിലും ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിലും ദിവസവേതനത്തിനാണെങ്കിലും അന്നത്തെ ദിവസം മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാത്ത പ്രശ്നം മാസ ശമ്പളമോ ആഴ്ച ശമ്പളമോ ആണെങ്കിൽ കൂടിയും ഇന്നത്തെ ദിവസം ചിലപ്പോൾ ധനം കയ്യിൽ വന്ന് ചേരുവാനുള്ള കാരണങ്ങളുണ്ടാവും. അപ്രതീക്ഷിതപരമായി ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടാനുള്ളതോ അല്ലെങ്കിൽ ഭാഗ്യ കടാക്ഷം കൊണ്ടോ അങ്ങനെ പല വിധത്തിൽ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ മുഹൂർത്ത സമയത്തുള്ള ഒരു സമയമാണിത്. ഭൂമി വാങ്ങിക്കുവാനോ അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിൽക്കുവാനോ ഭവനങ്ങൾ നിർമ്മിക്കാൻ ആലോചിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനുവേണ്ടി തീരുമാനമെടുക്കുകയാണെങ്കിലോ ലോണുകൾ അപേക്ഷിക്കാനുള്ള ഇന്ന് പോയാൽ നമ്മൾക്ക് നടക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിലും ഇന്ന് പോയാൽ നടക്കുമോ നാളെ പോയാൽ നടക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഓരോ ദിവസങ്ങളുണ്ടാവും. അത് അപ്രത്യക്ഷമാണ്, അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ജ്യോതിഷപരമായിട്ട് ചില ദിവസങ്ങൾ അനുകൂലപരമായിട്ട് നമുക്ക് കണക്കാക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ എതിർദിശയിൽ വരുന്ന നക്ഷത്രമുണ്ട്. 19, 20, 21, 22 എന്ന ദിവസങ്ങൾ കർക്കട കൂറ് എന്ന് പറയുന്ന പുണർതം പോയ ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇത് പോസിറ്റീവായി വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഒരിക്കലുമില്ല. അതേ സമയത്ത് നെഗറ്റീവായ പോലെയുള്ള ഒരു ദിവസമാണ് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ എതിർലിംഗം പറഞ്ഞാൽ എതിർവശത്തിലുള്ള ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അങ്ങനെയുള്ള ഒരു നക്ഷത്രത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനും അന്നത്തെ ദിവസം അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അനുഭവത്തിൽ വന്നു എന്ന് വരില്ല. പക്ഷെ ഗുണദോഷ മിശ്രമായി പോകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു തീയതികൾ തിരഞ്ഞുപിടിച്ചെടുത്തിരിക്കുന്ന തീയതികളാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന തീയതികൾ 19, 20, 21, 22. ഈ തീയതികൾ നിങ്ങൾക്ക് ശുഭവാർത്ത കേട്ടിരിക്കും, ശുഭഫലങ്ങൾ വന്നിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പരീക്ഷാദികളിൽ വിജയം എഴുതിക്കൊണ്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വിദേശ ജോലിക്കായി അപേക്ഷ കൊടുത്ത് അതിൻ്റെ എന്തെങ്കിലും രേഖകൾ കിട്ടുവാൻ ഇന്ന് വരും നാളെ വരും എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറികൾ കിട്ടാനുണ്ടെങ്കിൽ അന്നേ ദിവസം കുറികൾ നടത്തുന്ന ദിവസമാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതകൾ, ലോട്ടറി ഭാഗ്യങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാത്ത പക്ഷം മീഡിയം ദിവസമായി ചിലപ്പോൾ പോകാനും സാധ്യതയുണ്ട്. പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ദിവസമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാരണം. പക്ഷെ അത് പ്രതീക്ഷയില്ലാതെ ചിലപ്പോൾ പോവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എതിർലിംഗത്തിൽ പെട്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ വിവാഹം കഴിയാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ, പ്രധാനമായിട്ടും മാതാപിതാവാണ് എടുക്കുക, അവരുടെ നക്ഷത്രത്തിൻ്റെ എതിർദിശയായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും വരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സുഖം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അന്നത്തെ ദിവസം. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങാത്തവരാണെങ്കിൽ ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ശുഭഫലമായിട്ടുള്ള ദിവസം കൂടിയായിരിക്കും. അന്നേക്ക് ആരെങ്കിലോടും എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റിയ ദിവസമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആരെങ്കിലും പ്രണയാഭ്യർത്ഥനയിൽ നടത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോ നാളെയോ പറയാമെന്ന് ചിന്തിക്കുന്നവർക്ക് അതിന് പറ്റിയ ദിവസമാണ്. കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റിയ ദിവസമാണ്.
അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗിതം പോലെ തിരഞ്ഞെടുക്കാൻ, ഓരോരോ കാര്യത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസങ്ങളെ കണക്കാക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുണർദം പോയ ആയില്യം നക്ഷത്രക്കാർക്ക് 19, 20, 21, 22 തീയതികൾ ശുഭകരമായിട്ടുള്ള ഒരു ദിവസങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.